നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രളയബാധിത സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പത്തനംതിട്ടയിലെ പ്രളയബാധിത മേഖല അദ്ദേഹം സന്ദർശിക്കുകയാണ്. ക്യാമ്പുകളിലെത്തി ദുരിതബാധിതരെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നദിയുടെ മണ്ണ് നീക്കം ചെയ്യണം, ഇതിനായി അടിയന്തര നടപടി ഉണ്ടാകും. പത്തനംതിട്ട ജില്ലയിലേക്ക് ആണ് മുൻഗണന. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം ഉണ്ടാകും. ആദ്യ പ്രൊജക്ട് പത്തനംതിട്ടയിൽ തന്നെ ആയിരിക്കും. മറ്റ് ഏജൻസികൾ ചേർത്തുള്ള മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് എത്താൻ ഇത്രയും വൈകി എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന ഉത്തരം, മുഖ്യമന്ത്രിയുടെ സ്ഥലത്തേക്ക് ഓടിയെത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നിർവഹിക്കേണ്ട, ഏകോപിപ്പിക്കേണ്ട പല ചുമതലകളുണ്ട്. അത് ഏകോപിപ്പിക്കുകയായിരുന്നു താൻ ഇത്രയും ദിവസം ചെയ്തിരുന്നത്. അതിനുശേഷം ആ തിരക്കിനിടയിൽ നിൽക്കുമ്പോൾ അവരെ കാണാൻ വരുന്നതിനേക്കാൾ നല്ലത് താൻ അവരൊന്ന് സമാധാനിച്ചതിന് ശേഷം കാണുക എന്നാണ്. മാത്രമല്ല CPM പറയുന്ന ഡേറ്റിൽ വന്ന് കാണുകയല്ല എന്റെ ജോലി എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇടയിൽ കൂടി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വന്ന ഈ ചില റിപ്പോർട്ടർമാരെ, റിപ്പോർട്ടർ TVയിലെ റിപ്പോർട്ടറിന്റെ ചോദ്യവും കൈരൾ TVയിലെ മാധ്യമപ്രവർത്തകന്റെ ചോദ്യവും ഒക്കെ തന്നെ അദ്ദേഹം നിശിതമായി തന്നെ എതിർത്തിരുന്നു. ഈ സമയത്തെങ്കിലും നിങ്ങൾ ഇങ്ങനെ കുത്തിത്തിരിപ്പുമായി വരരുതേ എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് അത് പുറത്തു വന്നല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയത് പോരെ, നിങ്ങൾക്ക് മതിയായില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്തായാലും ആളുകളെ മാറ്റാൻ പോലും സമയം കിട്ടിയില്ല. വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദുരന്ത നിവാരണ സംവിധാനം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകും. കൂടുതൽ ഹെലികോപ്റ്റർ നൽകും. അടുത്ത പ്രളയം വരെ കാത്തു നിൽക്കില്ല, ഉടൻ തന്നെ നീക്കം ചെയ്യും. അറിഞ്ഞതു മുതൽ എല്ലാ മന്ത്രിമാരും ജില്ലകളിലേക്ക് അയച്ചു. പണം അനുവദിച്ചുവെന്നും CPM പറയുന്നതനുസരിച്ച് പോകാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രളയ സമാന സാഹചര്യം നേരിട്ടിട്ടും പത്തനംതിട്ടയിൽ എത്താതെ വിരുന്നിന് പോയത് വിമർശനത്തിന് വഴിവെച്ചു. അതേസമയം പ്രളയക്കെടുതിയിൽ 5 മരണം കൂടി. മഴ ശമിച്ചിട്ടും വെള്ളക്കെട്ട് ഒഴിയാതെ നിൽക്കുന്നതാണ് മധ്യ കേരളത്തിലെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണം. എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേൾക്കാം. സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമായ ബോട്ടുകളെല്ലാം ഉണ്ട്. ബോട്ടുകളെല്ലാം എല്ലാ സ്ഥലത്തും ആവശ്യമായ 14 മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ നേരത്തെ തന്നെ കൊല്ലത്തുനിന്ന് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 14 എണ്ണം ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നും ആയിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കാനുള്ള സംവിധാനം. ഏത് ക്യാമ്പിലാണ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സംവിധാനങ്ങളല്ല. ക്യാമ്പുകളിൽ എല്ലാ സാധനങ്ങളും അത് രാവിലെ ബൂത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയല്ലേ. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലൊരു വീഡിയോ പരാതി, ഏത് ക്യാമ്പിൽ എവിടെയാണ് പരാതി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പരിഹരിക്കും. 133 ക്യാമ്പുകളും 6400 പേര് നിൽക്കുകയാണ്. അത് CPM-കാര് പറഞ്ഞാലും ആര് പറഞ്ഞാലും പരിഹരിക്കും. എല്ലാ നിങ്ങള് ഞാൻ പറഞ്ഞുതരാം, കൈരളി TV ഒന്നും ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇറങ്ങണ്ട. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ട് നിൽക്കുക. ഇനി നാണം കെട്ടണ്ട. നീർവിളാകം സ്ഥലം പറ, നീർവാളകല്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മന്ത്രിയും MLA-മാരും ആ പരാതി പറഞ്ഞു. പല വീടുകളിൽ നിന്നും നമ്മൾ ഇവാക്യുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർ പോരുന്നില്ല. അവർ ചില വീട്ടിലൊക്കെ 2ാമത്തെ നിലയിലൊക്കെ നിൽക്കുകയാണ്. അത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയി അവരെ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ആ അപേക്ഷ പരിഗണിച്ച് ഈ ഇവാക്യുവേഷൻ നടത്തുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥലത്ത് അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണം എന്ന് ഞാൻ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളൊക്കെ ക്യാമ്പ് നടത്തി പരിചയമുള്ളവരാ. ചിലർ വരില്ല, ചിലർ ഇല്ല ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ഭയങ്കര റിസ്ക് ആണ്. പോകുന്ന ആളുകൾക്ക് കൂടി, രക്ഷാപ്രവർത്തകർക്ക് കൂടി റിസ്ക് ആവും. അതുകൊണ്ട് പൂർണ്ണമായി എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.